ഇന്ന് നമുക്ക് നല്ല നാടൻ മത്തിക്കറി ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് അരമുറി സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ഈ സവാള നന്നായിട്ട് വാടി വരും. അതിലേക്ക് നമുക്കൊരു 2 തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം തക്കാളി വേകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും ഇതിലെ എണ്ണ നമുക്ക് കാണാൻ പറ്റും തെളിഞ്ഞു വരുന്നത്. ഞാനൊരു നെല്ലിക്ക സൈസിനുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുക. ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. മീൻ തിളച്ച് കഴിഞ്ഞാൽ തവിയിട്ട് ഇളക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ നോക്കണം. നന്നായിട്ടൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതുവരെ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും വീണ്ടും അതൊരു 5 മിനിറ്റത്തേക്ക് തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊന്നുകൂടി കുറച്ച് വറ്റും. അതനുസരിച്ച് വേണം നിങ്ങൾ കറി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.